പേജ് നമ്പർ 29 ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, there are 35 children in a class. 3/5 of them are girls. How many girls are there in the class? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ക്ലാസ്സിൽ 35 കുട്ടികളുണ്ട്. അതിൽ 3/5 ഭാഗം എന്താണ്? പെൺകുട്ടികളാണ്. 3/5 ഭാഗം പെൺകുട്ടികളാണ്. ഹൗ മെനി ഗേൾസ് ആർ ദെയർ ഇൻ ദ ക്ലാസ്? അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ്സിൽ മൊത്തം 35 കുട്ടികളുണ്ട്. അതിൽ 3/5 ഭാഗം എന്താണ്? പെൺകുട്ടികളാണ്. അപ്പോൾ മൊത്തം എത്രയാണ്? അപ്പോൾ ടോട്ടൽ കുട്ടികളുടെ എണ്ണം 35 ഇൻറ്റു പിന്നെ 3/5 ആരാണ്? ഗേൾസ് ആണ്. അപ്പോൾ 35 ഇൻറ്റു 3/5 അല്ലേ? 35 ഇൻറ്റു 3/5 എന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ കിട്ടും? 1 ഇൻറ്റു 5 5, 7 ഇൻറ്റു 5 35 ആണ്. അപ്പം ഇവിടെ നമുക്ക് വെട്ടിക്കഴിയുമ്പോൾ എത്ര കിട്ടും? 7 എന്ന് കിട്ടും അല്ലേ? ഇതിനെ വെട്ടിക്കഴിഞ്ഞാൽ 7 എന്ന് കിട്ടും. അപ്പം 7 ഇൻറ്റു 3 എത്രയാണ്? 7 ഇൻറ്റു 3 21. അപ്പോൾ 21 ഗേൾസ് ആണ് അവിടെ ഉള്ളത്. 21 ഗേൾസ് ആണുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 10 കിലോഗ്രാം ഓഫ് റൈസ് ഈസ് ഫിൽഡ് ഈക്വലി ഇൻ 8 ബാഗ്. 10 കിലോഗ്രാം റൈസ് 8 ബാഗുകളായിട്ട് ഈക്വലായിട്ട് നിറച്ചിരിക്കുന്നു. ഇഫ് ദ റൈസ് ഇൻ 3 സച്ച് ബാഗ്സ് ആർ ടേക്കൺ ടുഗദർ, അത്തരം എന്താണ് 3 ചാക്കുകളിലായിട്ട് ഹൗ മെനി കിലോഗ്രാംസ് വുഡ് ബി എത്ര കിലോ അരി ഉണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 10 കിലോ അരി 8 ബാഗിലായിട്ട് ഈക്വലായിട്ട് നിറച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത്തരം ഒരു 3 ബാഗിലുള്ള അരി എത്ര കിലോ ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ബാഗിൽ എന്ന് പറഞ്ഞത് 10/8 അല്ലേ? 10/8 ആണ്. 10 ടൈംസ് എന്താണ്? 10 കിലോഗ്രാം ആണ് അല്ലേ? 10 കിലോഗ്രാം റൈസ് 8 ബാഗിൽ. അപ്പോൾ 1 ബാഗിൽ 10/8 ആയിരിക്കും. ഇതിന് നമ്മൾ ചുരുക്കി എഴുതുമ്പോൾ എന്തെങ്കിലും കിട്ടും? 5/4. നിങ്ങൾ 2ൻ്റെ ടേബിൾ നോക്കിയാൽ മതി ഇതിനെ ചുരുക്കാൻ അല്ലേ? 4 ഇൻറ്റു 2 8, 5 ഇൻറ്റു 2 10 കോമൺ 5/4 kg എന്ന് കിട്ടും. അപ്പോൾ ഒരു ബാഗിൽ 5/4 kg ആണ്. അങ്ങനെയാണെങ്കിൽ 3 ബാഗിൽ എത്രയായിരിക്കും? 3 ഇൻറ്റു 5/4 ചെയ്താൽ മതി. 3 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 15, 15/4 എന്ന് ചെയ്യുക. വേണമെങ്കിൽ വീണ്ടും അതിനെ ചുരുക്കി എഴുതാവുന്നതാണ്. 15/4 kg എന്ന് 3 ഇൻറ്റു 5/4 എന്ന്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ഇൻ ദ ഫിഗർ ഈസ് 27 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇറ്റ്സ് ഡിവൈഡഡ് ഇൻറ്റു 9 ഈക്വൽ പാർട്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 27 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. 9 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഡാർക്കർ പാർട്ട് ഇൻ സ്ക്വയർ സെൻറ്റിമീറ്റർ? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഡാർക്കർ പാർട്ട് ഇൻ ദ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡാർക്കൻ ചെയ്തിരിക്കുന്ന പാർട്ടിൻ്റെ ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏരിയ ഓഫ് 1 പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ 27 ആണ്. അപ്പോൾ ഏരിയ ഓഫ് 1 പാർട്ട് എന്ന് പറയുന്നത് മൊത്തം 9 പാർട്സ് ആണുള്ളത്. അപ്പോൾ 27/9 എന്ന് പറഞ്ഞാൽ 3 സെൻറ്റിമീറ്റർ സ്ക്വയറിന് കിട്ടും. 3 സ്ക്വയർ സെൻറ്റിമീറ്ററിന് കിട്ടും. അപ്പോൾ 27/9 ചെയ്യുക, 3 സ്ക്വയർ സെൻറ്റിമീറ്ററിന് കിട്ടും. ഇനി നമുക്ക് ഡാർക്കർ പാർട്ടിൻ്റെ അപ്പോൾ ഡാർക്കർ പാർട്ട് എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 ഡാർക്കർ പാർട്സ് ആണുള്ളത്. അപ്പോൾ ഡാർക്കർ പാർട്സ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ഡാർക്കർ പാർട്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 ഇൻറ്റു 1 പാർട്ടിൻ്റെ 3 ആണെങ്കിൽ 5 പാർട്ടിൻ്റെ 5 ഇൻറ്റു 3 15 സെൻറ്റിമീറ്റർ. ഇതാണ് ഉത്തരം. പേജ് നമ്പർ 32 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ റെക്റ്റാങ്കിൾ ആൻഡ് ഫൈൻഡ് ദിസ് പ്രോഡക്റ്റ്. എന്താണ്? റെക്റ്റാങ്കിൾ വരച്ചിട്ട് ഈ താഴെ കൊടുത്തിരിക്കുന്നതിൻ്റെ പ്രോഡക്ട്സ് കാണാനാണ് പറഞ്ഞാണ്. 1/2 ഇൻറ്റു 1/4 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1 1, 2 ഇൻറ്റു 4 8, 1/8. 1 ഇൻറ്റു 1 1, 3 ഇൻറ്റു 6 80. അപ്പോൾ 1/18. 1 ഇൻറ്റു 1 1, 5 ഇൻറ്റു 8 40. ഇതാണ് അതിൻ്റെ പ്രോഡക്ട്സ്. ഇനി ഇത് വരയ്ക്കണത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളോട് പറയണം 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ വരച്ചിട്ട് അതിൻ്റെ ഹാഫ് അല്ലേ? അപ്പോൾ ഇതാണ് 1/2 എന്ന് പറയുന്നത്. ഇതിൻ്റെ 1/8 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതായത് എന്താ നിങ്ങൾ വരയ്ക്കണം? 2 റോയും 4 കോളവും വരയ്ക്കണം. 1 2 3 4. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗവും 1/8 ആണെന്ന് കിട്ടും. ഇനി 1/3 ഇൻറ്റു 1/6 എന്ന് പറഞ്ഞാൽ 3 കോളം 1/3. അതിലൊരു കോളം 1/3 ആണ്. അങ്ങനെയാണെങ്കിൽ 1/6 എന്ന് പറഞ്ഞാൽ നമ്മൾ 3 കോളം വരച്ചിട്ട് 6 റോ വരയ്ക്കണം. അപ്പോൾ 1/18 കിട്ടും. ഓരോന്നും 1/18 ആയിരിക്കും.
മനസ്സിലായോ? ഇനി നെക്സ്റ്റ് 1/5 ഇൻറ്റു 1/8 അത് നമുക്ക് 1/40 എന്നാണ് കിട്ടുന്നത്. അതായത് 5 റോ വരച്ച് കഴിയും. 1 2 3 4 5 റോ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഒരു റോ എന്ന് പറഞ്ഞാൽ 1/5 ആണ്. അപ്പോൾ 5 നമുക്ക് മൊത്തം 40 കോളംസ് ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ 5 റോ വരച്ച് കഴിഞ്ഞാൽ 8 കോളം. 1 2 3 4 5 6 7 8 കോളംസ് വരയ്ക്കുക. 8 കോളംസ് വരയ്ക്കുക. അതിൽ ഒരു കോളം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/40 ആയിരിക്കും. ഇത് മൊത്തം 40 ഉണ്ടാവും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ 1 meter ലോങ് സ്ട്രിങ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 5 ഈക്വൽ പാർട്ട്. ഹൗ ലോങ് ഈസ് ഹാഫ് ഓഫ് ഈച്ച് പാർട്ട് ഇൻ മീറ്റർ ഇൻ സെൻറ്റിമീറ്റർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം, 1 മീറ്റർ നീളമുള്ള ഒരു സ്ട്രിങ്, ഒരു നൂല് 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഹൗ ലോങ് ഈസ് ഹാഫ് ഓഫ് ഈച്ച് പാർട്ട് ഇൻ മീറ്റേഴ്സ്. ഇങ്ങനെയാണെങ്കിൽ ഓരോ ഭാഗത്തിൻ്റെ പകുതി എത്ര നീളമായിരിക്കും? ഓരോ ഭാഗത്തിൻ്റെ പകുതി എത്ര നീളമായിരിക്കും? അത് മീറ്ററിലും സെൻറ്റിമീറ്ററിലും എഴുതാനാണ് പറയുന്നത്. അപ്പോൾ 1/1 പാർട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/5 മീറ്റർ ആയിരിക്കും അല്ലേ? 1 മീറ്റർ ലോങ് അല്ലേ, സ്ട്രിങ് അല്ലേ, അതിനെ ഈക്വൽ പാർട്സ്. അപ്പോൾ 1/5 മീറ്റർ ആയിരിക്കും. അപ്പോൾ ഹാഫ് ഓഫ് ഈച്ച് പാർട്ട്. അപ്പോൾ ഹാഫ് ഓഫ് ഈച്ച് പാർട്ട്, ഓരോ പാർട്ടിൻ്റെയും ഹാഫ് എന്ന് പറയുന്നത് 1/2. ഹാഫിന് നമ്മൾ 1/2 എന്നാണ്. 1/2 ഇൻറ്റു ഹാഫ് ഇൻറ്റു 1/5. അപ്പോൾ 1 × 1 1, 2 × 5 10 മീറ്റർ. അപ്പോൾ 1/10 മീറ്ററാണ് നമുക്ക് ഉത്തരം കിട്ടുക. ഇതിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കാൻ നമ്മളെങ്ങനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കണത്? ഇൻറ്റു 100 വെച്ചിട്ട് ഇത് ചെയ്താൽ മതി. അപ്പോൾ 1 × 100 100/10. അപ്പോൾ ഒരു 0 വെട്ടി 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ സെൻറ്റിമീറ്ററിലേക്ക് ആക്കുമ്പോൾ 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 1 liter of milk is filled in 2 bottles of equal size. A quarter of the milk in one bottle was used to make tea. How many liters of milk were used for tea in millimeters? എന്താ പറയണേ? 1 ലിറ്റർ പാല് 2 ഈക്വൽ ബോട്ടിലായിട്ട് നിറച്ചു ഒരു കുപ്പിയിലെ. എന്നിട്ട് ഒരു ബോട്ടിലെ പാലിൻ്റെ 1/4 ഭാഗം എന്ത് ചെയ്തു? ടീക്ക് വേണ്ടിയിട്ട്, ചായക്കായിട്ട് ഉപയോഗിച്ചു. അങ്ങനെയാണെങ്കിൽ എത്ര ലിറ്റർ പാൽ ഉപയോഗിച്ചു? അതായത് മില്ലി ലിറ്ററിലും ലിറ്ററിലും എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ 1 ബോട്ടിൽ എന്ന് പറഞ്ഞത് 1/2 ലിറ്റർ ആണ്. 1 ബോട്ടിൽ എന്ന് പറഞ്ഞത് 1/2 ലിറ്റർ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എ ക്വാർട്ടർ ഓഫ് ദിസ് യൂസ്ഡ് എങ്ങനെയായിരിക്കും? നമുക്കറിയാം 2 ബോട്ടിലും 1 ലിറ്റർ മിൽക്കാണ്. അതാണ് ഒരു ബോട്ടിൽ 1/2 ലിറ്റർ ആയത്. അപ്പോൾ ക്വാർട്ടർ ഓഫ് മിൽക്കാണ് ഒരു ബോട്ടിൽ യൂസ് ചെയ്തത്. ക്വാർട്ടർ ഓഫ് ദിസ് യൂസ്. അപ്പോൾ 1/4 എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 1/4 ആണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞു. ഇപ്പോൾ 1/4 ഇൻറ്റു 1/2. അപ്പോൾ 1 × 1 1, 4 × 2 8, 1/8 ലിറ്ററിന് കിട്ടും. അപ്പോൾ മിൽക്ക് യൂസ് ചെയ്ത് 1/8 ലിറ്ററിലാണ്. ഇതിൽ മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 1/8നെ 1000 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. 1/8 ഇൻറ്റു 1000. അപ്പോൾ നമുക്ക് 125 മില്ലി ലിറ്ററിന് ഉത്തരം കിട്ടും. പേജ് നമ്പർ 34ലെ ക്വസ്റ്റ്യൻസ് നമുക്കിനി ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ റോപ്പ് 2 meters ലോങ് ഈസ് കട്ട് ഇൻറ്റു 5 ഈക്വൽ പീസ്. എന്താണ്? 2 മീറ്റർ നീളമുള്ള ഒരു കയറ് 5 ഈക്വൽ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 3/4 ഓഫ് വൺ ഓഫ് ദ പീസ് ഇൻ മീറ്റേഴ്സ് ഇൻ സെൻറ്റിമീറ്റേഴ്സ്. ആ ഭാഗങ്ങളിൽ ഒന്നിൻ്റെ 3/4 ഓഫ്, അതായത് 1/3 ഭാഗത്തിൻ്റെ നീളം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര മീറ്റർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് സെൻറ്റിമീറ്ററിലേക്ക്. അപ്പോൾ 2 മീറ്റർ നീളമുള്ള ഒരു കയറ് 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആ ഭാഗങ്ങളിൽ 1/3 ഭാഗത്തിൻ്റെ നീളം എത്ര മീറ്റർ എന്നാണ് ചോദിച്ചത്. 1/3 ഭാഗത്തിൻ്റെ നീളം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് സെൻറ്റിമീറ്ററിൽ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് ചെയ്യണമെന്ന് നോക്കാം. ടോട്ടൽ റോപ്പ് 2 മീറ്റർ ആണ്. അത് എത്ര പീസായിട്ട് ഡിവൈഡ് ചെയ്തു? 5 ഈക്വൽ പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ അതിൽ 1 പീസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2/5 മീറ്റർ ആയിരിക്കും. 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2/5. കാരണം 2 മീറ്റർ ആണ് ടോട്ടൽ ലെങ്ത്, 5 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പാർട്സ് ആക്കി എഴുതുമ്പോൾ 2/5 മീറ്റർ എന്നാക്കി. ഇനി 3/4 ഓഫ് 1 പീസ്. 1 പീസിൻ്റെ 3/4 എന്ന് പറയുന്നത് നമുക്കറിയാം 3/4. മുക്കാൽ എന്ന് പറഞ്ഞാൽ 3/4 എന്ന് പറയുന്നത് 3/4 ആണ് അല്ലേ? ഇൻറ്റു 2/5. അപ്പോൾ ഒരു പീസിൻ്റെയാണ് 2/5. അപ്പോൾ 3/4 ഇൻറ്റു 2/5 എന്ന് പറയുമ്പോൾ 3 × 2 6, 4 × 5 20, 6/20. ഓക്കെ. ഇനി നമുക്ക് 2ൻ്റെ ടേബിളിൽ നോക്കാം. 1 × 2 2, 2 × 2 4, 3 × 2 6,
അതുപോലെ 10 × 2 20. അപ്പോൾ 3/10 മീറ്റർ എന്ന് വന്നു. ഇതിനെ നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് ആക്കണം. കുറച്ച് മുമ്പ് സെൻറ്റിമീറ്ററിലേക്ക് ആക്കിയതാണ്. 3/10നെ നമ്മൾ ഇൻറ്റു 100 വെച്ചിട്ട് എന്ത് ചെയ്യണം? മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കാൻ ഇൻറ്റു 100 വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ 3 × 100 എന്ന് പറഞ്ഞാൽ 300 /10, 0യും 0യും പോയി. പിന്നെ 30 സെൻറ്റിമീറ്റർ. അപ്പോൾ സെൻറ്റിമീറ്ററിലേക്ക് ആക്കുമ്പോൾ 30 സെൻറ്റിമീറ്ററും അല്ലെങ്കിൽ 3/10 മീറ്ററുമാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4 ബോട്ടിൽ ഓഫ് ദ സെയിം സൈസ് വെയർ ഫിൽഡ് വിത്ത് 3 liters ഓഫ് വാട്ടർ. എന്താണ്? ഒരേ വലിപ്പമുള്ള 4 ബോട്ടിലായിട്ട് 3 ലിറ്റർ വാട്ടർ നിറച്ചു. 3 ലിറ്റർ വാട്ടർ 4 ബോട്ടിൽ സെയിം സൈസാണ്. വൺ ഓഫ് ദീസ് വാസ് യൂസ്ഡ് ടു ഫിൽ 5 cups ഓഫ് ദ സെയിം സൈസ്. അവയിൽ ഒരു കുപ്പി ഉപയോഗിച്ചിട്ട് ഒരേ സൈസുള്ള 5 കപ്പുകൾ നിറച്ചു. ഹൗ മച്ച് വാട്ടർ ഈസ് ദെയർ ഇൻ വൺ സച്ച് കപ്പ്? അങ്ങനെയാണെങ്കിൽ ഒരു കപ്പിൽ എത്ര വെള്ളം? അപ്പോൾ ഒരു കുപ്പിയിലെ വെള്ളമാണ് എന്ത് ചെയ്തത്? 5 കപ്പിലേക്ക് ഒഴിച്ചത്. അങ്ങനെയാണെങ്കിൽ ഒരു കപ്പിൽ എത്ര വെള്ളം ഉണ്ടാവും? ഇൻ ലിറ്ററിലും ആൻഡ് മില്ലി ലിറ്ററിലും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 4 ബോട്ടിലായിട്ട് 3 ലിറ്റർ ആണുള്ളത്. അപ്പോൾ ഒരു ബോട്ടിലിൽ എത്രയായിരിക്കും? 3/4 ആയിരിക്കും അല്ലേ? 4 × 3 അല്ലേ? അപ്പോൾ 4 ബോട്ടിലിൽ 3 ലിറ്റർ ആണെങ്കിൽ ഒരു ബോട്ടിൽ 3/4 ലിറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 1 ബോട്ടിൽ ഫിൽ 5 cups. ഒരു ബോട്ടിലാണ് എന്ത് ചെയ്തത്? 5 കപ്പിലേക്ക് നിറച്ചത്. അപ്പോൾ ഒരു ബോട്ടിൽ 3/4 ആണ്. അപ്പോൾ 3/4 ഡിവൈഡഡ് ബൈ 5 ഡിവിഷൻ ചെയ്യാം. 3/4 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ എന്താണ്? 3/5/4 എന്ന് പറഞ്ഞാൽ 20 ആണ്. 3/20 ലിറ്റർ എന്ന് കിട്ടും. 5 × 4 20 ആണ്. അപ്പോൾ 3/20 ലിറ്റർ എന്ന് കിട്ടും. അപ്പോൾ ലിറ്ററിനെ മില്ലി ലിറ്ററിലേക്ക് ആക്കാൻ 1000 വെച്ച് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ 3/20 × 1000 എന്ന് പറഞ്ഞാൽ എത്ര ഇടണേ? 150 മില്ലി ലിറ്റർ എന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എ വാട്ടർമെലൺ വെയിങ് 4 kilogram വാസ് കട്ട് ഇൻ ടു 5 equal pieces. 1 piece was again halved. What is the weight of each of these 2 pieces in kilogram and in grams? എന്താ പറഞ്ഞേക്കുന്നത്? 4 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു വാട്ടർമെലൺ എന്താണ്? 5 ഈക്വൽ പാർട്സ് ആയിട്ട്. അപ്പോൾ 4 കിലോഗ്രാം വെയിറ്റ് ആണുള്ളത്. അത് 5 ഈക്വൽ പാർട്സ് ആയിട്ട് മുറിച്ചു. 1 പീസ് വാസ് എഗെയിൻ ഹാവ്ഡ്. അതിൽ ഒരു ഭാഗം വീണ്ടും 2 ആയിട്ട് മുറിച്ചു. ഇനി വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ഈച്ച് ഓഫ് ദീസ് 2 pieces? അങ്ങനെയാണെങ്കിൽ ഈ 2 ഭാഗങ്ങളിൽ ഓരോന്നിൻ്റെയും വെയിറ്റ് എത്രയായിരിക്കും? എത്ര കിലോഗ്രാം ഇൻ ഗ്രാം? എത്ര കിലോഗ്രാം ആണെന്നും ഗ്രാമിലും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ? ടോട്ടൽ വെയിറ്റ്, വാട്ടർമെലൻ്റെ ടോട്ടൽ വെയിറ്റ് 4 kg ആണ്. അത് 5 ഈക്വൽ പീസസ് ആയിട്ട് ഇടുമ്പോൾ 1 പീസ് എന്ന് പറഞ്ഞത് 4/5 kg ആണ്. 5 ഈക്വൽ പീസസ് ആയിട്ട് തന്നെ കട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ 1 പീസ് എന്ന് പറഞ്ഞാൽ 4/5 kg ആണ്. അതിന് ഹാഫ് ഓഫ് 1 പീസ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് ഒരു പീസ്. 4/5 ആണ് 1 പീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 4/5 ഡിവൈഡ് ബൈ 1/2 ചെയ്താൽ മതി. ബൈ 2 ചെയ്താൽ മതി. 2 പീസ് അല്ലേ? ഹാഫ് ഓഫ് 1 പീസ്. അപ്പോൾ 4/5 ബൈ 2 ചെയ്യാം. അപ്പോൾ എത്ര നമുക്ക് ഉത്തരം കിട്ടുന്നത്? 2/5 kg എന്ന് ഉത്തരം കിട്ടും. 2/5 kg എന്ന് കിട്ടും. അപ്പോൾ 2/5 kg എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? 2/5 kg എന്ന് പറയുന്നത് 400 gram ആണ്. ഓക്കെ, 1/2 വെച്ചിട്ടുണ്ട്. 4/5 ഡിവൈഡഡ് ബൈ 1/2. ഇതെങ്ങനെയാണ്? 4/10 നമുക്ക് കിട്ടും. ഇതിന് നമുക്ക് ചെയ്യുമ്പോൾ 2/5 എന്ന് കിട്ടും. ഇങ്ങനെയാണ് 2/5 kg എന്ന് കിട്ടിയത് കേട്ടോ. ഇനി അത് ഡൗട്ട് വേണ്ട. ഇത് 1/2 ആണ് കേട്ടോ. 1/2. അപ്പോൾ എത്രയാണ് ഉത്തരം കിട്ടുക? നമുക്ക് 2/5 kg ആണ്. ഇതെങ്ങനെ ഡിവൈഡ് ചെയ്ത്? 4/5 ഡിവൈഡ് ബൈ 1/2നെ 1 × 4 4, 5 × 2 10. 4/10 എന്ന് കിട്ടും. അതിന് 2 × 2 4, 5 × 2 10 അല്ലേ? അപ്പോൾ 2/5 kg എന്ന് അങ്ങനെയാണ് ഉത്തരം കിട്ടുക. അപ്പോൾ അതിന് kgനെ ഗ്രാമിലേക്ക് ആക്കുമ്പോൾ 400 gram എന്ന് കിട്ടും. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ. എ വെസൽ ഫുൾ ഓഫ് മിൽക്ക് ഈസ് യൂസ്ഡ് ടു fill 3 bottles of the same size. Then the milk in each bottle was used to fill 4 cups of the same size.
വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ മിൽക്ക് ഇൻ ദ വെസൽ ഫസ്റ്റ് വെസൽ ഡസ് ഈച്ച് കപ്പ് കണ്ടെയ്ൻ? എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഒരു വെസലിൽ ഒരു പാൽ നിറഞ്ഞ ഒരു പാത്രം ഉപയോഗിച്ചിട്ട് ഒരേ വലിപ്പമുള്ള 3 കുപ്പികളിൽ നിറച്ചു. ഒരു വെസൽ ഫുൾ ഓഫ് മിൽക്ക് യൂസ് ചെയ്തിട്ട് 3 ബോട്ടിൽസ് നിറച്ചു. ഒരു വെസലിൽ നിന്നുള്ള മിൽക്ക് 3 ബോട്ടിലായിട്ട് നിറച്ചു. ദെൻ ദ മിൽക്ക് ഇൻ ഈച്ച് ബോട്ടിൽ വെയർ യൂസ് ടു ഫിൽ 4 കപ്സ് ഓഫ് ദ സെയിം മിൽക്ക്. എന്നിട്ട് ഓരോ കുപ്പിയിലുള്ള പാലും എന്താണ് ഒരേ വലിപ്പമുള്ള 4 കപ്പുകളിലേക്ക് നിറച്ചു. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ മിൽക്ക് ഇൻ ദ ഫസ്റ്റ് വെസൽ ഡസ് ഈച്ച് കപ്പ് കണ്ടെയ്ൻ? അങ്ങനെയാണെങ്കിൽ ആദ്യ പാത്രത്തിലുള്ള പാൽ ഓരോ കപ്പിലും എത്ര ഭാഗമാണ് ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വെസലിലുള്ളത് 3 ബോട്ടിലേക്ക് ഒഴിച്ചു. അപ്പോൾ ഒരു ബോട്ടിലുള്ളത് 4 കപ്സിലേക്ക് ഒഴിച്ചു. ഒരു ബോട്ടിലുള്ളത് 4 കപ്സിലേക്ക്. അപ്പോൾ ടോട്ടൽ കപ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 3 × 4 12 ആണ്. ടോട്ടൽ കപ്സ് 12 ആണ്. അപ്പോൾ ഈച്ച് കപ്പ് എന്നുള്ളതും എത്രയായിരിക്കും? 1/12 ആയിരിക്കും. 1/12. ഒരു വെസലിൽ ഉള്ളത് 3 ബോട്ടിലേക്ക് ഒഴിച്ചു. അപ്പോൾ ഒരു ബോട്ടിലുള്ളത് 4 കപ്സിലേക്ക് ഒഴിച്ചു. അപ്പോൾ ടോട്ടൽ കപ്സിൻ്റെ എത്രയായിരിക്കും? 3 × 4 12 ആയിരിക്കും. അപ്പോൾ ഓരോ കപ്പും 1/12 ആയിരിക്കും. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ. ഡ്രോ എ ലൈൻ എ ബി ഓഫ് ലെങ്ത് 12 cm. മാർക്ക് എ സി ആസ് 2/3 ഓഫ് എ ബി. മാർക്ക് എ ഡി ഈസ് 1/5 ഓഫ് എ സി. വാട്ട് പാർട്ട് ഓഫ് എ ബി ഈസ് എ ഡി? എന്താണ് ചോദിച്ചിരിക്കുന്നത്? 12 cm നീളമുള്ള എ ബി എന്ന ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് എ സി എന്നത് എ ബിയുടെ 2/3 ആയിട്ട് അടയാളപ്പെടുത്തുക. എ ഡി എന്നത് എ സിയുടെ 1/4 ആയിട്ട് അടയാളപ്പെടുത്തുക. എ ഡി എ ബിയുടെ എത്ര ഭാഗമാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ലൈൻ എ ബിയിൽ എ സി എന്ന് പറയുന്നത് 2/3 ഓഫ് എ ബി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ ബി എന്ന് പറയുന്നത് എന്താണ്? എ സി എന്ന് പറയുന്നത് എ ബിയുടെ 2/3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ ബിയുടെ 2/3 ആണ് എ സി. ഇനി എ ഡി എന്ന് പറയുന്നത് എ സിയുടെ 1/4 ആണ്. ഇത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. എ സി എന്ന് പറയുന്നത് എ ബിയുടെ 2/3 ആണ്. എ ഡി എന്ന് പറയുന്നത് എ സിയുടെ 1/4 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എ ഡി എന്ന് പറയുന്നത് 1/4 × 2/3 എന്ന് പറയുന്നത് എത്രയായിരിക്കും? എ ഡി എന്ന് പറയുന്നത് 1/4 × 2/3 = എത്രയാണ്? 1 × 2 2, 4 × 3 12, പിന്നെ 1 6 അല്ലേ? 1/6. അപ്പോൾ എ ബിയുടെ 1/6 ആയിരിക്കും എന്തെന്ന് പറയുന്നത്? എ ഡി എന്ന് പറയുന്നത്. അപ്പോൾ എ ഡി എ ബിയുടെ 1/6 ആണ്. 1/6 ഓഫ് എ ബി ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ ഫോളോയിങ് യൂസിങ് മൾട്ടിപ്ലിക്കേഷൻ. ഈ ഗുണനമൊക്കെ ഉപയോഗിച്ച് മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് കൂട്ടാനാണ് പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം. 3/7 ഓഫ് 2/5 ആണ്. അതിൻ്റെ ആൻസർ എത്രയാണ്? 3 × 2 6, 7 × 5 35. ഇനി അടുത്ത് 3 × 2 6, 5 × 7 35, 6/35. 2 × 3 6 ആണ്. 3 × 4 12 ആണ്. ഇതിന് വീണ്ടും നമുക്ക് ചെയ്യാം. 1 × 6 6, 2 × 6 12, 1/2. ഇനി 5/6 × 3/10 ആണ്. ഇതിന് 5 × 3 15, 6 × 10 16. ഇതിനെ വീണ്ടും ചെയ്യുമ്പോൾ 1/4 എന്ന് കിട്ടും.